അത് ചെറിയ ഇറക്കല്ല. അതേ നിങ്ങൾ കണ്ടിട്ട് ശവ്വാലല്ല, അടുത്തിന് വരുന്ന ശവ്വാൽ. അത് 1.5 ഇറക്കുള്ള ശവ്വാലാ. ഷെയ്ഖുന പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ അവരെങ്ങനെ ബേജാറാക്കണ്. ഇതൊരു 1.5 ശവ്വാലാന്ന് പറഞ്ഞിരുന്നു. ഇതൊരു വരമാണ്, പ്രത്യേക ശവ്വാലാണ്. ഷെയ്ഖുനയെപ്പോലെയുള്ള രാജാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊന്നും അർത്ഥം വെക്കാൻ പറ്റിയ ഒരാൺകുട്ടിയും നിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല. രായാവ് പറഞ്ഞപ്പോ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ആ രായാവ് പറഞ്ഞ മാനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും വെക്കാൻ കഴിയൂല. ഇപ്പോഴങ്ങനെ ഓരോന്ന് മനസ്സിലായി വരണേ, ഓരോന്ന് തിരിഞ്ഞു വരുന്നുണ്ട്. ആ ഷെയ്ഖുന്റെ രായാവ് ഉണ്ടല്ലോ, ആ രായാവ് പറഞ്ഞല്ലോ ഒരു 1.5 ശവ്വാലാണെന്ന്. അപ്പൊ അതിന്റെ മാനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇനി അത് ഞങ്ങൾക്കത്തെ കജ്ജൂല്ല വെക്കാന്. ഇപ്പോഴാണ് അതിന്റെ മാനം മനസ്സിലായി വരണേ. നോക്കണ്ട. ആളെ മനസ്സിലായ? നമ്മുടെ ആഫിദ് കുരുവട്ടൂരാണ്. ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഡാൻസ്, പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാളിനെ, അതായത് ആദൂർ റഫീഖുണ്ട് കൂടെ. ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ഈ ശവ്വാല് കഴിഞ്ഞാൽ എപ്പിനെയും പേരോടിനെയും അങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫിത്തന പറഞ്ഞ് നടക്കണ ഒരു വലിയൊരു ഷെയ്ഖാണ് ഇപ്പോൾ ഇത്. അവൻ്റെ നാട്ടിലത്തെ തലയെക്കെട്ട് കണ്ട സാധാ തൊപ്പിയില്ലേ, റൗഡികളിലിടുന്ന തൊപ്പി, ആ തൊപ്പി ഇട്ടിട്ട് കുറേ തൊപ്പി ഇടാതെ നടന്നു, കുറേ പിന്നെ തൊപ്പി എങ്ങനെ ഇട്ട് നടന്നു. ഒരു താടിയൊക്കെ ഉണ്ട് ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽക്കാക്കി വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് മറ്റേ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം വരുവിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് മുങ്ങിയതാ തോന്നുന്നുണ്ട്. വേഷം മാറി നടക്കുക ഇവിടെ. ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിനെ അറിയണ കാരണക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒളിച്ചു നിന്നിട്ട് എടുത്തതാ. നേരെ മറിച്ച് ആദൂർ റഫീഖ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അറിയില്ലല്ലോ, ഒക്കെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കായിരുന്നു. അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ. അപ്പൊ അത് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ഇട്ടതാ. മുട്ടിന്റെ കീപ്പെട്ട് ഫോട്ടോ എടുത്തില്ലേ ഒരു പെൺകുട്ടി, ആ 2 പെൺകുട്ടി മൂപ്പര മക്കളാ, മുത്ത മോളാണ് ആ മുട്ടിന്റെ കീപ്പെട്ട്. അപ്പം ഇവരൊക്കെ മക്കളെ പഠിപ്പിക്കണതിന്റെ ഒരു ഇത് നോക്കിയേ, എത്ര ഭേദ ഒന്നും അറിയാത്ത സാധാരണക്കാര് അവരുടെ മക്കളിനെ എങ്ങനെ വിടുവോ? ഈ മുട്ടും കാലിന്റെ മേപ്പെട്ട് ട്രൗസർ ഇട്ട് കൊടുത്തിട്ട് ഒരു പെൺകുട്ടിനെ, മൂപ്പര ആഫിദിന്റെ മോളാണ് മൂത്ത മോള്. എന്താ ആഫിദ് ശവ്വാൽ എഴുതിയാലും ഇതുവരെ കാണാത്ത ശവ്വാലാണ്. ഒരു 1.5 ശവ്വാലുണ്ട്. കാണാത്ത കാഴ്ച സംബന്ധം കാണിക്കും പറഞ്ഞില്ലേ, കാണാത്ത കാഴ്ച ആക്കിയപ്പോ കാണിച്ചു. എങ്ങനെ ഉണ്ട് കുരുവട്ടൂരിയാളെ? നിങ്ങളെ പറ്റിച്ച് മൂപ്പരാക്ക് ഇങ്ങനെ നടക്കുക. ഏതായാലും ശ്രദ്ധിച്ചോടെ, ഇനിയും ഒരുപാടുണ്ട് വിടാന്. സാമ്പിളിന് വിട്ടതാണ്, ഇനിയും കുറെ വിടാണ്ട്. നിങ്ങളവിടെ ഇങ്ങനെ സൂഫിസത്തിന് മറ്റേ മറിച്ചെന്നും പറഞ്ഞാണ്ട് മയക്കി കടത്തി മൂപ്പര് ആറാടാണ്, അറമാദിക്കാണ്. 1.5 ശവ്വാല വരാൻ പോണറിഞ്ഞില്ല. ഇനി നാടന്മാരെ കാലാണ് എന്നാ പറഞ്ഞേ. മൂല്യന്മാരൊക്കെ മാറിന്ന് ഇപ്പൊ നാടന്മാരെ കട്ടിലകള് മൂപ്പര് മറ്റാ സ്റ്റൈല് ക്രിക്കറ്റ് കളിക്കാരെ തൊപ്പിയൊക്കെ ഇട്ട് എന്താ അതിന്റെ ചേല് എന്നറിയോ? വല്ലാത്ത ജാതി. സോയിബുൽ വക്കത്തല്ലേ, ലോകം നിയന്ത്രിക്കണ ആളല്ലേ. ഷെയ്ഖുന പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ അവരെങ്ങനെ ബേജാറാക്കണ്. ഇതൊരു 1.5 ശവ്വാലാന്ന് പറഞ്ഞിരുന്നു. ഇതൊരു വരമാണ്, പ്രത്യേക ശവ്വാലാണ്. ഷെയ്ഖുനയെപ്പോലെയുള്ള രാജാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊന്നും അർത്ഥം വെക്കാൻ പറ്റിയ ഒരാൺകുട്ടിയും നിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല. രായാവ് പറഞ്ഞപ്പോ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ആ രായാവ് പറഞ്ഞ മാനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും വെക്കാൻ കഴിയൂല. ഇപ്പോഴങ്ങനെ ഓരോന്ന് മനസ്സിലായി വരണേ, ഓരോന്ന് തിരിഞ്ഞു വരുന്നുണ്ട്. ആ ഷെയ്ഖുന്റെ രായാവ് ഉണ്ടല്ലോ, ആ രായാവ് പറഞ്ഞല്ലോ ഒരു 1.5 ശവ്വാലാണെന്ന്. അപ്പൊ അതിന്റെ മാനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇനി അത് ഞങ്ങൾക്കത്തെ കജ്ജൂല്ല വെക്കാന്. ഇപ്പോഴാണ് അതിന്റെ മാനം മനസ്സിലായി വരണേ. നിങ്ങൾ എങ്ങനെ നേരിട്ടുവോ അങ്ങനെ തന്നെ തിരിച്ചു നേരിടും. ഫോട്ടോ കാണിച്ചിട്ടാണെങ്കിൽ തിരിച്ചു ഫോട്ടോ വരും, വീഡിയോ ആണെങ്കിൽ വീഡിയോ വരും.
ഫോട്ടോ വിടുമെന്ന് വീമ്പ് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയ കുരുവട്ടൂരികൾക്ക് ഇടിവെട്ടേറ്റു ആകെ ബേജാറിലായി. 15 വർഷമായി ഊതി വീർപ്പിച്ച ബലൂണാകെ പൊട്ടിപ്പോയി. മുല്ലപ്പൂമാലയും മൈസൂർ കല്യാണവും ഒരുമിച്ച് വന്നപ്പോ ഞെട്ടിപ്പോയി. വീരാണ്ടി ചെയ്ക്കാണ് കിശ്ശേരി മണ്ണാണ്. വട്ടൂരി അന്ത്യകുദാശ നടത്തണ മണ്ണാണ്. വട്ടൂരി അന്ത്യകുദാശ നടത്തണ മണ്ണാണ്. വട്ടൂരി സമതിന്റെ താലെ കെട്ടഴിപ്പിച്ച് ദവിടെ വെച്ച് തന്നെ അന്ത്യകൂദാശയുമേ. അവിടെ വെച്ച് തന്നെ അന്ത്യകൂദാശയുമേ.